നശിച്ച് ഇത്രയും ഒറ്റാക്കിയ ഒരവസ്ഥയിൽ ഒരു കുഞ്ഞു 2.5 വയസ്സിലൊരു കുഞ്ഞിനെ തന്നിട്ട് ഒരു അമ്മ പോകുമ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അത്രയും മാത്രം എഫേർട്ട് എടുത്തും പിന്നെ വീട്ടുകാരെ ചെറിയൊരു സപ്പോർട്ടും കൊണ്ടാണ് ജീവിച്ചു പോകുന്നതും. അത് പ്രൈവറ്റ് ബസ് എന്നുള്ള തൊഴിൽ ആക്കാൻ ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് എൻ്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞൊരു എൻ്റെ പഠിത്തം കളഞ്ഞു, ഡിഗ്രി വരെ പഠിച്ചു, ഇത്രയും പഠിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചിട്ട് പോലും ഡ്രൈവർ ഫീൽഡിൽ വരാൻ കാര്യം ഇതാണ്. എന്നുവെച്ചാൽ അന്നുള്ള പൈസ കിട്ടും, കൊച്ചിൻ്റെ കാര്യം നോക്കാം, 10,000 രൂപയൊക്കെ ശമ്പളം കിട്ടുമായിരുന്നു. പിന്നെ വിചാരിച്ച അമ്മ അങ്ങനെയാണ് ടെസ്റ്റൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു. അങ്ങനെ ഒരു കുറച്ചും കൂടി ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നാറില്ല. എന്താന്ന് വെച്ചാൽ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചും അതിനുള്ള വില കിട്ടാത്ത ഒരു ജോലിയാണ് ഡ്രൈവർ. എന്നുവെച്ചാൽ സമൂഹത്തിൽ നിന്നും ഇല്ല, ഈ വിഷയം മാത്രമല്ല, ഈ ഇത്രയും വർഷക്കാലം ഓടുന്നതിന്റെ ഇടയിൽ ഇതുപോലെ ആൾക്കാർ ഒരുപാട് ഡിസ്റെസ്പെക്ട് ചെയ്യുകയും മെക്കിട്ടേറിയം ചെയ്ത ഒരുപാട് പോലെ ചിലവരൊക്കെ ആംഗ്യ ഭാഷയിൽ എന്നെ കാണിച്ചിട്ടൊക്കെ പോണാണ്. ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇത് പുതിയ ആംഗ്യമായിരിക്കും. പല ആൾക്കാരും ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഹായ് ഹൂയ് എന്നൊക്കെ കാണിച്ചിട്ട് പോകും. അത് പെൺപിള്ളേർ വരെ കാണിച്ചിട്ട് പോകണം. ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇത് എന്തിനാണ് പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതൊക്കെ നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്നായിരിക്കും.